സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ചാണല്ലോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. PSCയെ അതിന് നിയോഗിക്കുന്നതും വേക്കൻസി വരുന്നതിനനുസരിച്ച് PSCക്ക് റിപ്പോർട്ട് ചെയ്ത് PSC പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സമയത്ത് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കേരളം രൂപീകരിച്ച കാലം മുതൽക്കില്ല. റാങ്ക് ലിസ്റ്റിൽ കുറേ ആളുകൾ എടുക്കും, കുറേ ആളുകൾ വരില്ല, കുറേ ആളുകൾ ചേരും. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോരുത്തർക്ക് കിട്ടും. അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധി ഗവൺമെൻറ് PSCയും കൂടി നിശ്ചയിച്ചതാണ്. അപ്പോൾ ഇവർക്കെല്ലാം തൊഴിൽ ജന്മാവകാശമാണ്. പക്ഷെ എഴുതിയ എല്ലാ പരീക്ഷകളിലും ജയിച്ച് ഇവർ തന്നെ ഒരു 4 പരീക്ഷയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. 4 അല്ല, ചിലപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ ഒരു 5-10 ബാങ്കുകളിൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം. അങ്ങനെ ചിലപ്പോൾ 5 എണ്ണത്തിലും കിട്ടി, 1 മാത്രം ചേർന്ന് ബാക്കിയുള്ളവർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇവർക്കാർക്കും തൊഴിൽ കൊടുക്കണ്ടെന്നോ തൊഴിൽ കിട്ടരുത് എന്നോ ഈ ഗവൺമെൻറ് അങ്ങനെ ആഗ്രഹിക്കുമോ? എന്താണ് നമ്മളുടെ ആളുകൾ പറയുന്നത്?